ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പച്ചക്കറി വിത്തുകൾ വാങ്ങി അത് എങ്ങനെ നടാമെന്ന് നോക്കാം. ആദ്യമായി ഒരു ചട്ടി വാങ്ങിച്ച് അതിൻ്റെ തുളയുള്ളവിടത്ത് ഓരോ ഇഷ്ടിക കഷ്ണമോ അല്ലെങ്കിൽ കല്ലിൻ്റെ കഷ്ണമോ ഇട്ട് വെള്ളം പോകാൻ പാകത്തിന് വെച്ചിട്ട് അതിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും നിറയ്ക്കുക. എന്നിട്ടത് 2 ദിവസം നനച്ച് ചട്ടി മണ്ണ് പാകമാകാൻ വേണ്ടി വച്ചേക്കുക. അതിനുശേഷം വിത്തുകൾ ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. ഇത് കുറ്റി ബീൻസ്, കുറ്റിപ്പയർ, ചീര, സോയാബീൻ ഇങ്ങനെയുള്ള വിത്തുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് എങ്ങനെ നടാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ നട്ടത് വീഡിയോ ആയിട്ട് നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറ്റി ബീൻസിൻ്റെ വിത്തുകളാണ്. അങ്ങനെ ഇനി നമുക്ക് അടുത്ത നമ്മൾ വിരലുകൊണ്ട് ചെറുതായിട്ട് കുഴിയുണ്ടാക്കി നട്ടാൽ മതി കേട്ടോ. ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടാൽ മുളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. 3 കുഴികളെടുത്ത് 3 വീതം വിത്തുകൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത കുറ്റിപ്പയർ അതുപോലെ തന്നെ കുഴിച്ച് നടാം. കുറ്റിപ്പയർ ഇത് കുറ്റിയായിട്ടാട്ടോ ഉണ്ടാവുള്ളൂ. ഇതിന് ചെറിയ കൂമ്പ് വരുമ്പോൾ നമ്മൾ നുള്ളിക്കളയണം. അങ്ങനെ കുറ്റിയാക്കി നിർത്തി അതിഷ്ടം പോലെ കായ്ക്കൂട്ടോ. നല്ല ഒരുക്കുപയറായിട്ട് ഉണ്ടാവും. ഒടിപ്പയറിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഒടിപ്പയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും ഭേദം ഇങ്ങനെ നമുക്ക് ഒരു 5-10 കിട്ടിയുള്ളൂങ്കിലും അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് മല്ലി പാകാം. ഈ മല്ലി നമ്മൾ വാങ്ങണ മല്ലികളൊന്നും അങ്ങനെ നട്ടാൽ പിടിക്കില്ല. അതിനു വേണ്ടി പ്രത്യേകം വിത്ത് മേടിച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട്. അങ്ങനെ പയറും നട്ട് കഴിഞ്ഞു. ഇനി മല്ലി നമുക്ക് പാകാം. ഇതുപോലെ എല്ലാ ചട്ടികളും റെഡിയാക്കി വെക്കണം. ഒരു 3-4 ദിവസം ചട്ടികളിൽ മണ്ണ് നിറച്ച് നനച്ച് റെഡിയാക്കി വെച്ചിട്ട് വേണം നടാനായിട്ട്. അല്ലെങ്കിൽ വിത്തുകൾ ചീത്തയായി പോകും, മണ്ണിന് ഫലഭൂയിഷ്ഠത കുറയും. അങ്ങനെ മല്ലി പാകിയിട്ട് അത്രയ്ക്കൊന്നും മുളച്ചില്ല കേട്ടോ. 2-3 കണ്ട മുളച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ പാകിയിട്ട്. ഇതിനകത്ത് എല്ലാം ഒന്നും മുളയ്ക്കൊന്നുമില്ല. മല്ലിയില വിഷമടിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതിലും ഭേദമാണല്ലോ. അങ്ങനെ എല്ലാത്തിനകത്തും നമ്മൾ നട്ടു. ഇനി കുത്തി ഒഴിച്ച് നനയ്ക്കരുത്. ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഈ ഹാൻഡ് വാഷൊക്കെ വന്ന പോലത്തെ ബോട്ടിലില്ലേ, അതുപോലത്തെ ബോട്ടിലെടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്പ്രെയർ വാങ്ങാൻ കിട്ടും ഇതുപോലെ ചെടി നനയ്ക്കാനായിട്ട്. അത് ചിലവുള്ളതാണല്ലോ. ചിലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം നമ്മളത് വിറ്റ് ലാഭം ഉണ്ടാക്കാനല്ലല്ലോ, നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങനെ നനച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ കൊച്ചു ടിപ്സുകളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.